ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പല്ലൊക്കെ തേച്ച് ഫേസൊക്കെ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെന്താണ്, ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിപ്പാട് പതിവ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോവും, ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ പോവും. അപ്പം ഇന്നങ്ങനെ അടുത്തും പോകാനില്ലായിരിക്കും. അപ്പം നമ്മൾ ഇനി എന്താ പരിപാടി വെച്ചാൽ ഇനി നമുക്ക് ഡ്രസ്സ് അലക്കാനിടണം. പിന്നെന്താണ്, അങ്ങനെയൊക്കെ കുറച്ച് കുട്ടി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം. നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണം ഗൈസ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗൈസ് സൺ കിസ്ഡ് ആയി ഗൈസ്. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ നമ്മൾ തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ട് ഇപ്പം ജസ്റ്റ് ഒരു തുണി മാത്രം വിരിച്ചിടുന്നത് ഞാൻ കാണിച്ചിട്ടുള്ളൂ വീഡിയോയിൽ. ബട്ട് ഫുള്ളും ഞാനാണ് വിരിച്ചിട്ടത് ഗൈസ്. പിന്നെ ഗൈസ് നേരെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോയി. ജസ്റ്റ് ഒരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു നേരെ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോയി. ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പഴയ ഒരു ടിന്നാണ്, അതിലേക്കാണ് ഞാൻ എൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കിയത് ഒഴിച്ചു വെച്ചത്. സോ ഇത് നമുക്കിനി നേരെ ഫ്രിഡ്ജിൽ വെക്കാം ഗൈസ്. ഫ്രിഡ്ജിൽ വെക്കാം ഗൈസ്. അങ്ങനെ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചു ഗൈസ്. പിന്നെ ഞാൻ നേരെ പോയത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഗൈസ്. പിന്നെ TV ഓൺ ചെയ്ത് വെച്ച് RDX മൂവിയും കണ്ടുകൊണ്ട് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു ഗൈസ്. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്. പിന്നെ ഇപ്പോൾ ഈവനിങ് ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്, ചായ കുടിക്കുന്നത്. സോ ഇപ്പോൾ ഞാൻ ചായയും കട്ടൻ ചായയും 6-ാം നമ്പറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേളിലോട്ട് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ TV വെച്ചിട്ടുണ്ട്. അതാണ് TV കണ്ടുകൊണ്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേളിലോട്ട് നോക്കുന്നത് ഗൈസ്. ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ ഇതാ കുറേ പേര്. സോ ഇവരൊക്കെ എൻ്റെ കുടുംബക്കാരാണ്. അപ്പോൾ ഇവർ ചുമ്മാ വന്നതാണ്. ഇനി നമ്മൾ പാർക്കിലൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയേ വരുന്നതായിരിക്കും ഗൈസ്. അതുപോലെ തന്നെ ഞങ്ങൾ പാപ്പൻ്റെ വീട് വരെയും പോകുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും ഗൈസ് വഴിയേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പാപ്പൻ്റെ വീട്ടിലൊക്കെ പോകുന്നുണ്ടെന്ന്. സോ അപ്പം നമ്മളിപ്പോൾ നേരെ പാപ്പൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗൈസ് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞാൻ ആദ്യം തന്നെ പോയി എടുത്തത് ഞങ്ങളുടെ വാവേനെയാണ്. പിന്നെ കുറച്ച് നേരം വാവേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കലായിരുന്നു എൻ്റെ പണി. ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലെത്തി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ പാർക്കിൽ പോവാണ്. ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലോട്ട് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അങ്ങനെ നേരെ പാർക്കിലെത്തി. പാർക്കിൻ്റെ പേര് വന്നിട്ട് കോറി പാർക്ക് എന്നാണ്. ഇനി നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നേരെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവാം. ചെന്തെങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ കണ്ണാരം പൊത്തുമ്പോൾ നെഞ്ചോരം നാണത്തിൽ ചെന്തൂരച്ചപ്പേകം വെള്ളിവാൾ തുമ്പിയെ ഒരു കനവിൻ പൂന്തോണിയിൽ ചുമലുരുമ്മി നീങ്ങുന്നു നാം. മഴ നനഞ്ഞ മൂവന്തിയിൽ മനസ്സു കൂടെയാക്കുന്നു നാം. ഇന്നാരും മിണ്ടാതെ ഈ മോഹമൗനത്തിൻ തേനുമായി നമ്മൾ അലയുകയെ. ചെന്തെങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ. ഒരു കുടന്ന പൂവേകി നീ ചെറുചിരിയിലൻ വീതിയിൽ ഒരു മിഴിയിലൻ ഓർമ്മയെ ഹിമശലഭമാക്കുന്നു നീ. വെൺപുലരിയിലോ എൻ ജനലരികെ പൊൻകണിമലരായി മാറി നീ. ചെമ്മുകിലണയെ ഇന്നിനി പിരിയെ നിന്നൊരു കുറിപ്പിൻ തിരിഞ്ഞിതിരുവരുമേ.
ഗൈസ് നമ്മളൊക്കെ സ്റ്റേജിൽ കയറി ഡാൻസൊക്കെ കളിച്ച് സെറ്റാക്കി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. വീട്ടിൽ വന്ന് ചക്കയും മീൻകറിയൊക്കെ കഴിച്ചു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.